LSS USS ക്വസ്റ്റ്യൻസ്. പൊതുവിജ്ഞാനം. കേരളത്തിൻ്റെ വ്യാവസായിക ജില്ല ഏത്? ഉത്തരം എറണാകുളം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം ജൂലൈ 14, 2023. ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം LVM-3. 500 രൂപ നോട്ടിൻ്റെ മുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ചരിത്ര സ്മാരകത്തിൻ്റെ പേര്? ഉത്തരം ചെങ്കോട്ട. ISROയുടെ ആസ്ഥാനം? ഉത്തരം ബാംഗ്ലൂർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ? ഉത്തരം ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിൻ്റെ സഹായത്തിലാണ്? ഉത്തരം എഡ്യൂസാറ്റ്. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏത്? ഉത്തരം പാമ്പ്. സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. കുട്ടികളിൽ പ്രമേഹ രോഗത്തെ തടയുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഉത്തരം മിഠായി. കൃഷ്ണഗാഥയുടെ മറ്റൊരു പേര്? ഉത്തരം കൃഷ്ണപ്പാട്ട്. കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? ഉത്തരം മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ? ഉത്തരം ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? ഉത്തരം മഞ്ചേശ്വരം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഉത്തരം സ്കർവി. ഇന്ത്യയിലെ പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രമേത്? ഉത്തരം സൂര്യക്ഷേത്രം. കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഫസ്ബെൽ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാര്? ഉത്തരം പോൾ സക്കറിയ. സിംഹവാലൻ കുരങ്ങനെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം? ഉത്തരം സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ അവകാശമാണ്. ഇത് എഴുതിയതാരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹ ചാനൽ? ഉത്തരം എഡ്യൂസാറ്റ്. പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്കായി കൈറ്റ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ക്ലാസുകളുടെ പേര്? ഉത്തരം ഫസ്ബെൽ. COVID-19 എന്ന രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? ഉത്തരം നോവൽ കൊറോണ വൈറസ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ? ഉത്തരം ആരോഗ്യ സേതു. ദൂരദർശിനി ഉപയോഗിച്ച് ആദ്യമായി വാനനിരീക്ഷണം നടത്തിയ വ്യക്തിയാര്? ഉത്തരം ഗലീലിയോ ഗലീലി. 2020 നവംബർ 25 COVID-19 ബാധിച്ച് മരണമടഞ്ഞ ലോക പ്രശസ്ത ഫുട്ബോൾ താരമാര്? ഉത്തരം ഡിഗോ മർഡോണ. എഡ്യൂസാറ്റിൻ്റെ കീഴിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക്? ആൻസർ വിക്ടേഴ്സ്. ജലത്തിൻ്റെ ഖരാവസ്ഥ ഏത്? ഉത്തരം ഐസ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ഉത്തരം ചൊവ്വ. എഡ്യൂസാറ്റ് വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. എഡ്യൂസാറ്റ് എന്നറിയപ്പെടുന്ന ഉപഗ്രഹം? ഉത്തരം GSAT-3. ഓസോൺ ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം? ഉത്തരം 3. എഡ്യൂസാറ്റ് വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ? ഉത്തരം G മാധവൻ നായർ. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2004 സെപ്റ്റംബർ 20. ഗീതാഞ്ജലി രചിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. എല്ലാ ഫുട്ബോൾ വേൾഡ് കപ്പ് മത്സരങ്ങളിലും പങ്കെടുക്കുന്ന രാജ്യമേത്? ഉത്തരം ബ്രസീൽ.
കേരള സംസ്ഥാനം നിലവിൽ വന്നത്? ഉത്തരം 1956 നവംബർ 1. കർഷകമിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം മൂങ്ങ. കൊറോണ എന്ന പദം ഏതു ഭാഷയിൽ നിന്നുമാണ് ഉടലെടുത്തത്? ഉത്തരം ലാറ്റിൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ബാലഗംഗാധര തിലക്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം? ഉത്തരം കേരളം. ISROയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ചന്ദ്രയാൻ 3 റോവറിൻ്റെ ദൗത്യം എന്താണ്? ഉത്തരം 14 ഭൗമദിനങ്ങൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം ശ്രീധര പണിക്കർ സോമനാഥ്. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല? ഉത്തരം മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല? ഉത്തരം വയനാട്. കുട്ടികളിൽ നിന്നും കായിക പ്രതിനിധികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനായി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം കിക്ക് ഓഫ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരിയാണെന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം കോസി. ജ്ഞാനപീഠ പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സാഹിത്യം. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതാര്? ഉത്തരം നെയിൽ ആംസ്ട്രോങ്. ഗവർണറായ ആദ്യ മലയാളി? ഉത്തരം VP മേനോൻ. നേതാജി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളി? ഉത്തരം G ശങ്കരക്കുറുപ്പ്. എന്നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്? ഉത്തരം 2023 ഓഗസ്റ്റ് 23. അന്താരാഷ്ട്ര ജലദിനം എന്ന്? ഉത്തരം മാർച്ച് 22. 2022 ലോകകപ്പ് നടന്നത് എവിടെ വെച്ച്? ഉത്തരം ഖത്തർ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ആസ്ഥാനം? ഉത്തരം മുംബൈ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ ഏത്? ഉത്തരം കോവാക്സിൻ. കോവിഡ് രോഗികൾക്കായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ വെന്റിലേറ്റർ സംവിധാനം? ഉത്തരം ജീവൻ. ഇപ്പോഴത്തെ RBI ഗവർണർ ആര്? ഉത്തരം ശക്തികാന്ത് ദാസ്. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം? ഉത്തരം ഹോക്കി. അക്കിത്തത്തിൻ്റെ മുഴുവൻ പേരെന്ത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഗംഗാ നദി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം തൃശ്ശൂർ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഉത്തരം താർ മരുഭൂമി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബ്? ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ്. തൈക്കാട് അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേര്? ഉത്തരം സൂപ്രണ്ട് അയ്യ. പെരിയാറിൻ്റെ നീളം എത്ര? ഉത്തരം 244 കിലോമീറ്റർ.
ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? ഉത്തരം പാമീർ. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിൻ്റെ പുതിയ പേര്? ഉത്തരം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം എറണാകുളം. കേന്ദ്ര IT മന്ത്രാലയം നിരോധിച്ച പ്രശസ്തമായ ഗ്രീൻ ഗ്രൂപ്പ് ഏത്? ഉത്തരം പബ്ജി. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല? ഉത്തരം എറണാകുളം. ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഉത്തരം കേരളം. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാൻ ISRO തയ്യാറാക്കിയ പദ്ധതി? ഉത്തരം ഗംഗയാൻ. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകമേത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? ഉത്തരം എറണാകുളം. Thanks for watching. Please subscribe the channel and tap the bell icon to get new video updates.